ലോധി ഡൈനാസ്റ്റിയാണ് എന്ന് പറയുന്നത് അവസാനത്തെ ഡൽഹി സൽത്തനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ലോധി ഡൈനാസ്റ്റിയെ കുറിച്ച് പറഞ്ഞ സമയത്ത്, ഞാൻ ബഹ്ലോർ ലോധിയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇതാണ് ലോധി ഡൈനാസ്റ്റി അല്ലെ? കട്ട് ചെയ്ത് എന്തായി? കുഞ്ഞു കേക്കായി. നമ്മൾ ഈ പറഞ്ഞ ബർത്ത്ഡേ കേക്ക് മുറിച്ച് അവസാനം വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്കൊക്കെ കിട്ടുന്ന ലാസ്റ്റ് പോർഷൻ, അത് ബാക്കിയൊക്കെ എന്താണ്? ബർത്ത്ഡേ പോയിന്റ് അല്ലെങ്കിൽ ബർത്ത്ഡേകളുടെ മുഖത്തുണ്ടാവും. അതുപോലത്തെ ഒരു സാധനമാണ് അവസാനം കിട്ടിയത്. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന് കിട്ടിയ ഒരു ചെറിയൊരു പോർഷൻ എന്ന് പറയുന്നത്, അത്രയും ചെറിയ പോർഷൻ. ബഹ്ലോർ ലോധിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്താണ്? ചെറിയൊരു ചിറ്റൂർ ആയിട്ട് കണക്ട് ചെയ്ത്, ഇത് കിസർഖാനാണോ ചിറ്റൂർ ഫോർട്ട് അല്ല, ചിറ്റൂർ ഫോർട്ടിനായിട്ട് ഇദ്ദേഹം കണക്ട് ചെയ്യുന്നില്ല. കാരണം ചിറ്റൂർ ഒന്നും അവർക്ക് പ്രോബ്ലംസ് വരുന്നില്ല. അപ്പോഴത്തേക്ക് ചിറ്റൂരൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കിസർഖാൻ ആ പ്രോബ്ലംസ് ഒന്നും അവിടെ വരുന്നുണ്ടാവില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കിസർഖാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ രാജ്യം ഒന്ന് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ് പുള്ളിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. പുള്ളിക്ക് അവിടെ എന്തായിരുന്നു? അതൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്താന്ന് മാത്രമേ കിസർഖാൻ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, പുള്ളിക്ക് ഈ പറയുന്നത് പോലെ മാൾവ റീജിയനും ആ ഭാഗത്തേക്കാണ് പുള്ളിക്ക് കുറച്ചും കൂടി കണക്ഷൻസ് വരുന്നത്, ഇഷ്യൂസും വരുന്നത്. ഏതാണ്? കിസിർബാദ് എന്നുള്ള രീതിയോ? അത് ശരിക്കും പറയുകയാണെങ്കിൽ ആ കിസിർബാദ് എന്നുള്ള ഭാഗം ഡൽഹി ഭാഗത്തേക്ക് കണക്റ്റഡ് ആയിട്ടാണ്. ശരിക്കും ആ ഭാഗം പുള്ളി ആ സ്ഥലത്തിന് പേരിട്ടതുമാണ്, കിസിർഖാന്റെ പേരിൽ അത് കണക്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ചിറ്റൂർ ഫോർട്ട് പുള്ളി അറ്റാക്ക് നടത്തുന്നില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ വാറ് നടക്കുന്നുണ്ട് ചിറ്റൂർ ഫോർട്ടുമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ വാറിൽ മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ തുക്ലക്ക് പരാജയപ്പെടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കിസിർഖാൻ ആ സാധനം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം വാർ നടക്കും. കാരണം കിസിർഖാൻ സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ എല്ലാം പോയില്ലേ. പിന്നെ പുള്ളിക്ക് എന്താണ് ഉള്ള സ്ഥലം സ്റ്റേബിൾ അങ്ങനെ പുള്ളിക്ക് സാധിക്കുള്ളൂ. പുള്ളി ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഭാഗങ്ങളാണ്. രജ്പുത്ത് ഭാഗം അപ്പോഴും സ്ട്രോങ് ആണ്. ഈ ഒരു കാലഘട്ടത്തിന് അവസാനം നമുക്ക് ലോധി ഡൈനാസ്റ്റി വരുന്ന സമയത്ത് മനസ്സിലാവും രജ്പുത്ത് പിന്നീട് അവിടെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ കണ്ട രജ്പുത്ത് അല്ല, രജ്പുത്തുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് രജ്പുത്തുകൾ മാർവാർ, മേവാർ, ചിറ്റൂർ, രത്തൻപോർ, ഇവിടെ വീണ്ടും രജ്പുത്ത് എസ്റ്റാബ്ലിഷ് ഉണ്ട്. രജ്പുത്തിന്റെ പ്രത്യേകത അതാ, അവരിങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരും. ഓക്കെ, അതൊരു പ്രത്യേകത. രജ്പുത്തും മറാത്താസ് അതുപോലെയാണ്, അവർ അവസാനിക്കില്ല. അവരെപ്പോഴും ഡെവലപ്പായി വരും. അവർ ഔറംഗസേബിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. അതിനുശേഷവും ബ്രിട്ടീഷ് വരുമ്പോഴും രജ്പുത്ത് ഉണ്ട്. ഓക്കെ, ഇപ്പോഴും രജ്പുത്ത് ഉണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്. രജ്പുത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഗ്രൂപ്പ് ടു ബി ഇൻഫ്ലുവൻസ് ഇൻ ദി പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് ദി രാജസ്ഥാൻ ആൻഡ് വെസ്റ്റേൺ ഗുജറാത്ത്. അറിയാൻ സാധിക്കും നിങ്ങൾക്ക് രജ്പുത്തിനെ കുറിച്ചിട്ട്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്രയും ആ കാലഘട്ടം മുതൽ രജ്പുത്ത് വരികയാണ്. ഏത് കാലഘട്ടം മുതൽ? ആഫ്റ്റർ ട്രൈപാർട്ടൈറ്റ് സ്ട്രഗിൾ. ക്ലിയർ ആണോ? ചോദിച്ചാള് ഫൈൻ. വർഷമാണോ ചോദിച്ചത്? ഓക്കെ അല്ലേ? ഞാൻ പോട്ടെ, ടോപ്പിലേക്ക് പോട്ടെ. നമ്മൾ പറഞ്ഞു ഓക്കെ, ഇത്രയും ചെറിയൊരു പോർഷൻ ആണ് വരുന്നത് എന്ന് പറഞ്ഞു. ഡൽഹി സുൽത്താനത്തിന്റെ ലോധി ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഹിസ് എ ഫൗണ്ടർ ഓഫ് ബഹ്ലൂർ ലോധി. ഒരിക്കൽ കോൺബനേക്ക ക്രോഡ്പതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ലോധി ഡൈനാസ്റ്റി? ഓക്കെ, നമ്മുടെ അമിതാഭ് ബച്ചന്റെ ഒരു പ്രോഗ്രാം കോൺബനേക്ക ക്രോഡ്പതി എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൽ ഈ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഫൗണ്ടർ ഓഫ് ദി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം അഫ്ഗാൻ റേസസ് ഉള്ള ആളാണ്. ആ ഭാഗത്തുള്ള ഗവർണർ, അവർ ഭാഗത്തുള്ള ഗവർണർ ആയിരുന്നു. പുള്ളി ഇത് കൺട്രോൾ ചെയ്യുന്നു. പുള്ളിയാണ് ഇത് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഭരിക്കുന്നത്. പുള്ളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് അഫ്ഗാൻ നോബിൾസിനായിരിക്കും അല്ലെ. അപ്പോൾ പുള്ളി ഒരിക്കലും രാജാവ് എന്നുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. പുള്ളി അഫ്ഗാൻ നോബിൾസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് പുള്ളി മൂവ് ചെയ്തിരുന്നത്. പുള്ളി ഒരിക്കലും എന്ത് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സുൽത്താന്റെ സീറ്റിൽ പോലും ഇരിക്കാൻ പുള്ളി റെഡി ആയിരുന്നില്ല. പുള്ളി പറഞ്ഞത് ഞാൻ എന്താണ് ഈ പറയുന്ന അഫ്ഗാൻ നോബിൾസിന്റെ ഒരാൾ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോലെ ബഹ്ലൂർ ലോധി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അഫ്ഗാൻ നോബിൾസിന് അത്രയും റെസ്പെക്ടോട് കൂടിയാണ് പുള്ളി കണ്ടത്. ഈക്വൽ പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് പുള്ളി പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റിൽ ഇരുന്നത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇവിടെ ഈ മേവാർ ഡോബും അതേപോലെ മേവാത്തൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് വരുന്നുണ്ട് രാജസ്ഥാൻ ഭാഗത്തേക്ക്. കാരണം കുറച്ചും കൂടി കണക്ഷൻ വരുന്ന ഒരു ഭാഗം അതാണ്. അതേപോലെ തന്നെ ജോധ്പൂർ റീജിയൻ ഒക്കെ അദ്ദേഹം കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. ഒക്കെ അദ്ദേഹം അത് അനക്സ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഡൽഹി പാർട്ടിലേക്ക് അത് കണക്ട് ആക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ പുള്ളി ബംഗാൾ, ഗുജറാത്ത്, ഡെക്കാൻ ഭാഗത്തൊക്കെ വീണ്ടും അറ്റാക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അറ്റാക്കിൽ പരാജയപ്പെടുകയാണ്. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത കോയിലാണ് ബഹ്ലൂർ കോപ്പർ കോയിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ബഹ്ലൂർ ലോധി എന്ന് അറിയാത്തെ ബഹ്ലൂർ കോപ്പർ കോയിൻസ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്താൽ മതി. ഈ ഒരു കാലഘട്ടത്തിലേക്ക് കോപ്പർ കോയിൻസ് വന്നു. എന്താ പ്രത്യേകത? സിൽവർ കോയിൻസ് ഉണ്ടാക്കാനുള്ള പൈസ ആരെടുത്തില്ല, ഇവരുടെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോപ്പർ കോയിൻസ് ആയിരുന്നു ലേറ്റസ്റ്റ് സ്റ്റേജുകളിൽ ഭയങ്കര സുലഭമായിട്ടുണ്ടായിരുന്നത്. എക്സ്പെഷ്യലി ഫിറോസ് ഷാ തുഗ്ലക്കിനൊക്കെ ശേഷം ഭയങ്കരമായിട്ട് സുലഭമായിട്ട് വന്നിട്ടുള്ളത് കോപ്പർ കോയിൻസ് ആയിരുന്നു. അത് ഓർത്തിരിക്കണേ. കാരണം അത് നമ്മളെ കോയിൻസിന്റെ വാല്യൂ കുറയാന്ന് പറയുന്നത് എക്കണോമി ഡീഗ്രേഡ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഫാക്റ്റ് ആണ്. അതും കൂടി ഓർത്തിരിക്കാം. ആൻഡ് 1489 എന്ത് ചെയ്യുന്നു?
ബഹ്ലൂർ ലോധി മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സിക്കന്ദർ ലോധി ഭരണത്തിലേക്ക് വരുന്നു. സിക്കന്ദർ ലോധിനെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ കണക്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഫിറോസ് ഷാ തുഗ്ലക്ക്, സിക്കന്ദർ ലോധി, ഔറംഗസേബ്, ഈ 3 പേരെ ഞാൻ ഒരുമിച്ച് കണക്ട് ചെയ്തത് ശ്രദ്ധിച്ചിരുന്നോ? അതായത് ഹിന്ദുസിനെ അവർ സെക്കൻഡറി സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറഞ്ഞതാണേ, അവിടെ നെഗറ്റീവായിട്ട് എടുക്കരുത്. വൈ? ബിക്കോസ് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ള റൂളർ ആയിരുന്നു സിക്കന്ദർ ലോധി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഹിന്ദു പ്രിൻസസിന്റെ മകനാണ്. ഓക്കെ, അദ്ദേഹം നിസാം ഖാനാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാൻ നോബിൾസിന് പുള്ളിയെ ഇടയ്ക്കിടയ്ക്ക് കുറ്റം പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓക്കെ, കാരണം പുള്ളിക്ക് എന്താ പറയാ, ഹിന്ദു മുസ്ലിം ആണല്ലോ ബന്ധം വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് കുറ്റം പറയും ആ സമയത്ത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഹിന്ദുസിനോട് ദേഷ്യം തോന്നുന്ന കാലഘട്ടത്തിൽ അപ്പൊ ഹിന്ദുസിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ടെൻഡൻസി പുള്ളി കാണിച്ചിരുന്നു. പുള്ളി എന്ത് ചെയ്തു, വെസ്റ്റേൺ ബംഗാൾ റീജിയനിലൊക്കെ പുള്ളി കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് രാജ്യം വീണ്ടും പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പ്ലാനിലേക്ക് വരുന്നു. ഓക്കെ, ഇപ്പൊ ഗംഗാവലി പുള്ളി കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ ക്യാപിറ്റൽ ഒരു പുതിയ സിറ്റിയിലേക്ക് മാറ്റുന്നു. ആ സിറ്റിയുടെ പേരാണ് ആഗ്ര. ആഗ്ര സിറ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സിക്കന്ദർ ലോധിയാണ്. ലേറ്റർലി ഈ പറയുന്നത് പോലെ ആഗ്ര സിറ്റി ക്യാപിറ്റൽ ആക്കുന്ന ആളാണ് അക്ബർ. UPSC പോസിബിലിറ്റി ഉണ്ടോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ആഗ്ര സിറ്റി ഭയങ്കര ഫേമസ് ആകുന്ന സമയം സിക്കന്ദർ ലോധിന്റെ കാലഘട്ടമല്ല. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ആഗ്ര സിറ്റി ഇമ്പോർട്ടൻ്റ് ആകുന്നു. ഒരു കൾച്ചറൽ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ബീഹാർ റീജിയൻ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു. രജിബുത്ത് ചീഫുകളൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നു പല സമയത്തും. ഇവിടെയാണ് നേരത്തെ വർഷ ചോദിച്ച പോലെ സിക്കന്ദർ ലോധിയാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ട്ലി ഇവരോട് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവുന്നത്. റീസൺ എന്തായിരിക്കും? ഞാൻ നേരത്തെ ഒരു പറഞ്ഞ റീസൺ ഉണ്ട്. ബിക്കോസ് രജിബുത്ത് എന്താണ്, ഹിന്ദു ഡൈനാസ്റ്റി അല്ലേ, മതം മാറാൻ പുള്ളി പറയും. പക്ഷേ ഇവർ മതം മാറാൻ റെഡിയാവോ? കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്യും. പല സമയത്തും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. കാരണം അത്രയും വലിയ ആർമി പുള്ളിക്ക് ഇനി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്നു, അവിടെ ടാക്സസ് മാത്രമാണ് പിരിച്ചിരുന്നത്. ദിസ് ഇസ് ദി രജപുത്ത് സ്റ്റേറ്റ്സ്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ ചിറ്റൂർ ഭാഗം വരുന്നത്, രത്തൻപൂർ ഭാഗം വരുന്നത്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഡൺ. ഓക്കെ, അതേപോലെ തന്നെ പുള്ളി എന്ത് ചെയ്യുന്നു, ലാൻഡ് മെഷർമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നു, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു, റോഡ് കൺസ്ട്രക്ഷൻസ് വരുന്നു, എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് പുള്ളി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓട്ടോമാറ്റിക്കലി ദിസ് ഇസ് ദ ക്യാപിറ്റൽ, ആഗ്ര ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദി സിക്കന്ദർ ലോധി. ആൻഡ് അതേപോലെ തന്നെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലാൻഡ് മെഷർമെന്റ് സിസ്റ്റം ആണ്, ഒരു യാർഡ് സ്റ്റിക് ആണ് ഗാസി ഐ സിക്കന്ദരി എന്ന് പറയുന്ന ഒരു മെഷർമെന്റ്സ്. ദിസ് ഇസ് ഇമ്പോർട്ടന്റ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സിക്കന്ദർ ലോധി, ഗാസി ഐ സിക്കന്ദരി. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജസിയ ടാക്സ് വീണ്ടും റീഇംപോസ് ചെയ്യുന്നു, കുറച്ചുകൂടി എമൗണ്ട് കൂട്ടുന്നു ഫോർ ദി നോൺ മുസ്ലിംസ്. ഓക്കെ, ഹിന്ദു ടെമ്പിൾസ് ഒക്കെ പുള്ളി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സുൽത്താന്റെ പൊസിഷൻ എപ്പോഴും സുപ്പീരിയർ ആണെന്നുള്ള ഒരു മെന്റാലിറ്റി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആഗ്ര സിറ്റി ഞാൻ ഫൗണ്ട് ചെയ്ത കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേർഷ്യൻ റൈറ്റിംഗ് ആണ് ഗുൽരഖി എന്ന് പറയും. ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ള, സിക്കന്ദർ ലോധിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആഗ്ര സിറ്റി, ഗാസി സിക്കന്ദരി ആൻഡ് അതേപോലെ തന്നെ ഗുൽരഖി. ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇബ്രാഹിം ലോധി വരുന്നത്. ഇബ്രാഹിം ലോധിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓക്കെ, അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറയുന്ന അഫ്ഗാൻ നോബിൾസിനെ പുച്ഛിച്ചു വിടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ അഫ്ഗാൻ നോബിൾസിന് ഇഷ്ടേ ഇല്ല. പുച്ഛെന്ന് വെച്ചാൽ പരപുച്ഛാണ്. കാരണം എന്തുകൊണ്ടാണ്, അഫ്ഗാൻ നോബിൾസ് എല്ലാ കാര്യത്തിലും ഇടപെടും. അരഗന്റ് ആയിട്ടാണ് അത് പ്രതികരിക്കുക. ഇൻസൾട്ട് ചെയ്യും നോബിൾസിനെ പബ്ലിക്കായിട്ട്, ഹ്യൂമിലിയേറ്റ് ചെയ്യും പബ്ലിക്കായിട്ട്, ചാട്ടവറണ്ട് അടിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇബ്രാഹിം ലോധി ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ രണ്ടുപേര് ചെയ്യാത്ത ഒരു ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്തു, ഇബ്രാഹിം ലോധി കാണുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? സിക്കന്ദർ ലോധിയോട് അഫ്ഗാൻ നോബിൾസ് ചെയ്തൊരു കാര്യം അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത്, അല്ലെ? ഈ ഒരു രീതിയാണ് അദ്ദേഹത്തിന് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുപോയതെന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, റാണ സംഗ സിംഗിനെ എന്ത് ചെയ്യുന്നുണ്ട്, മേവാർ റീജിയൻ അദ്ദേഹത്തിനെ വാസ് ഡിഫീറ്റഡ് ബൈ, അതായത് യുദ്ധം ചെയ്യുകയും അതേപോലെ തന്നെ അദ്ദേഹത്തോട് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താ റീസൺ എന്ന് പറയുന്നത്, ഈ ബാറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പവർ സപ്പോർട്ട് വളരെ കുറവായിരുന്നു ചുറ്റുപാട് നിന്നും. ഇദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. ഓക്കെ, എന്തായാലും റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അങ്കിൾ ആയിട്ടുള്ള അലാവുദ്ദീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് റിവോൾട്ട് ചെയ്യുന്നൊക്കെയുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ദൗലത്ത് ഖാൻ ലോധി എന്ന് പറയുന്ന ഗവർണർ ഓഫ് പഞ്ചാബ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ദൗലത്ത് ഖാൻ ലോധിയുടെ മകനെ ഇബ്രാഹിം ലോധി പബ്ലിക്കായിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കും. ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇക്ത സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു നോബിൾ ആണ്. അദ്ദേഹത്തിന്റെ മകനെ ഇത് പബ്ലിക്കായിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അവിടെ ഇഷ്യൂ വരുമല്ലോ. നിങ്ങൾ സലാർ മൂവി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സലാർ മൂവി
ഇപ്പൊ കേൾക്കാമോ? യെസ്, വീണ്ടും ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രം തന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ എന്താ സംഭവിക്കുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, അത് താനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, തിരിച്ചു വരുന്നു. അപ്പൊ ഈ ദാളത്തക്കാൻ ലോധി ഈ പറയുന്നത് പോലെ തന്നെ വീണ്ടും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർക്ക് പ്രോബ്ലംസ് വരികയാണ്. ഈ ദാളത്തക്കാൻ ലോധി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അലാവുദ്ദീൻ ലോധിയായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധം കൊണ്ടുവരികയും അതിനുശേഷം ഇവരൊരു പ്ലാൻ ചെയ്യാണ്. ബാബർ എന്ന് പറയുന്ന ഒരാളുണ്ട്. പുള്ളി ശരിക്കും പറയുകയാണെങ്കിൽ ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ടിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങണം. ചെറിയൊരു രാജ്യം മാത്രമാണ് പുള്ളി ചെയ്യുന്നത്. ഫർഗാന എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യം മാത്രം കണ്ടുവരികയാണ്. പുള്ളിക്ക് ഫണ്ട് ഇല്ല അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് ചിന്തിക്കുന്നത് എന്താണ്, ഈ ബാബറിനെ വിളിച്ചു വരുത്താം. ബിക്കോസ് അദ്ദേഹം യുദ്ധത്തിൽ ഭയങ്കരമായിട്ട് ടാക്ടിക്സ് കൊണ്ടുവരുന്ന ആളാണ്. തുലുക്മ എന്ന് പറഞ്ഞ സിസ്റ്റം ഒക്കെ ബാബറിന്റെ കാലഘട്ടത്തിലുണ്ട്. തുലുക്മ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നമ്മളെ രുദ്രമാദേവി കണ്ടിട്ടുണ്ടോ? രുദ്രമാദേവിയില് നിങ്ങൾ അതിനകത്ത് ഒരു പാമ്പ് വരുന്ന രീതി സമയത്ത് ഒരു ഗരുഡനായിട്ട് വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ദാറ്റ് സിസ്റ്റം ഇസ് നോൺ ആസ് തുലുക്മ സിസ്റ്റം. അതായത് ആ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ അത് ഇവരുടെ കാലഘട്ടത്തിൽ ഇല്ല. അത് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ബാബറാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് മുമ്പിൽ വരുന്ന ഡയനാസി ഏതാണോ അതിനനുസരിച്ച് നമ്മൾ വാർ ടാക്ടിക്സ് അതിനനുസരിച്ച് നമ്മൾ വാർ ടാക്ടിക്സ് മാറ്റും. ആ സിസ്റ്റം ഇസ് തുലുക്മ സിസ്റ്റം. വളരെ ചെറിയ ആർമി ആണെങ്കിൽ ഈസിലി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇത് ഇവർക്ക് മനസ്സിലാകുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ബാബറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം ഡൽഹിയിലേക്ക്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, 1526 എന്ത് സംഭവിക്കുന്നു, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വരുന്നു. ബാബർ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തില് ജയിക്കുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു, ഈ പറയുന്നത് പോലെ 1292 ബാറ്റിൽ ഓഫ് ടെറൈൻ സംഭവിച്ചു. അതിനുശേഷം 1226 എന്ത് സംഭവിച്ചു, ഡൽഹി സുൽത്താനേറ്റ് വരുന്നു. ഡൽഹി സുൽത്താനേറ്റ് 1526 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, അവസാനിച്ചിട്ട് മുഗൾ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ആവും. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോ? ഒരു ചോദ്യം, എന്തുകൊണ്ട് ഡൽഹി സുൽത്താനേറ്റ് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള നോബിളുകൾ, വാർ ഓഫ് സക്സഷൻ ഉണ്ടായിരുന്നു. അവർ ഈ ഭരണ ഡൈനാസ്റ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ ഡിഫറെന്റ് ഫെയിലിയേഴ്സ്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഫെയിലിയർ, അതേപോലെ ഫിറോസ് ഷാ തുഗ്ലക്ക് ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് ഈ പറഞ്ഞ പോലെ ക്രൂവൽറ്റീസ്, സിക്കന്ദർ ലോധിന്റെ ഇഷ്യൂസുകൾ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ മിലിറ്ററി ഗവൺമെന്റ് പ്രോപ്പർ ആയിരുന്നില്ല, അവരുടെ ടൈപ്പുകളും കാര്യങ്ങളും. അതേപോലെ മിലിറ്ററി ഓർഗനൈസേഷൻസ് പ്രോപ്പർ ആയിരുന്നില്ല, നമുക്ക് അറിയാവുന്നതാണ്. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഇബ്രാഹിം ലോധി ഓൾറെഡി ഡൽഹിയിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ആർമി വളരെ ലാർജ് ആണ്, പക്ഷേ വലിയ ടെക്നിക്കൽ ആസ്പെക്ട് ഇല്ല, കഴിവും കമ്പാരിറ്റീവ്ലി കുറവാണ്, അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസ് ഇല്ല. അറ്റ് ദ സെയിം ടൈം അവരുടെ എങ്ങനെയാണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ബാബർ വരുന്ന സമയത്ത് ബാബർ ഭയങ്കര എഫിഷ്യന്റ് ആയിരുന്നു. പുള്ളി ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് പല യുദ്ധങ്ങളും ജയിച്ചിട്ടുള്ള ആളാണ്. ആൻഡ് ഓൾസോ ഇൻസൈഡ് സപ്പോർട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹിസ്റ്ററിയിൽ എവിടെ യുദ്ധത്തിൽ ആര് പരാജയപ്പെടുന്നു, ഇൻസൈഡർ സപ്പോർട്ട് ഇല്ലാതെ ആൾക്ക് ജയിക്കാൻ സാധിക്കില്ല, പുറത്തുനിന്ന് ഒരാൾക്ക്. ഓക്കെ, ഇന്നത്തെ സെഷന്റെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. നമ്മളെ പ്രോബ്ലം കഴിഞ്ഞു. നാളെ നിങ്ങളൊരു അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോഴും നിങ്ങൾക്കൊരു പണി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കേ പണി തരാൻ പറ്റുള്ളൂ. ബിക്കോസ് അവന് നിങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു അറിയാം, നിങ്ങൾ എവിടെ മൂവ് ചെയ്യുന്നു അറിയാം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അറിയാം. അതല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിന്റെ അവസാനം ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ കഴിഞ്ഞു. ഇനി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക്കൽ ആസ്പെക്ട് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ് ആണ്. അത് ചിലപ്പോൾ ഞാൻ ഇന്ന് നൈറ്റ് എടുക്കും, അതല്ലെങ്കിൽ ഞാൻ നാളെ എടുക്കും. അപ്പൊ എന്റെ ഡൽഹി സുൽത്താനേറ്റിന്റെ പോർഷൻ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോർഷൻസ് ഡൽഹി സുൽത്താനേറ്റ് കംപ്ലീറ്റ് ഭാഗം കഴിഞ്ഞു. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ഞാൻ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് മാത്രം, അത് ഇതിനകത്ത്. പക്ഷെ അത് കൺസോൾട്ടേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് വിജയനഗര എംപയറും ബാഹമണി കിങ്ഡം ആണ്. അതിനുശേഷം ഞാൻ ബാബറിലേക്ക് വരുള്ളൂ. കുഴപ്പമില്ലല്ലോ, ബാബറെ നിങ്ങൾക്ക് കണക്ട് ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?